ഈ പെരുന്നാൾക്ക് നമ്മളെ കുട്ടിന്റെ വകയാണ് നമുക്ക് ഷർട്ടേ. അങ്ങനെ എന്റെ നാട്ടിലേക്കാണ് കഴിഞ്ഞു ഉച്ചതറിയില്ലേ. അപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ ഇവിടെ ഓരോരുത്തർ പൊന്തിനോ. ഫവാസിന്റെ മോന്റെ മോത്തൊക്കെ പെരുന്നാളിന്റെ പൊലിവ. അതിന്റെ ഇടയ്ക്ക് തെൻസി ഇവിടെ ചെതല് മാറി. ഇവൻ പിന്നെ പെരുന്നാളാണെങ്കിലും വെള്ളിയാഴ്ച ആണെങ്കിലും ക്ലൈമാക്സിനെ വരും. സലാം വീട്ടിന് നേരത്തെ ഓൻ പിന്നെ ക്യൂവിലാണ്. അങ്ങനെ എല്ലാവരും കഴിഞ്ഞ് പുറത്തെത്തിയപ്പോ നിസ്കാരം തുടങ്ങി. പിന്നെ അങ്ങനെ നിസ്കാര കുത്തുബൊക്കെ കഴിഞ്ഞപ്പോഴാണ് തെൻസിന്റെ കോസ്റ്റ്യൂം ഞാൻ നോക്കി. ഹലോ അസ്സലാമലൈക്കും മെഹബൂബ കളക്ഷൻസ്ல പുതുച്ചാ വന്നിருக்கு ഇമ്പോർട്ടന്റ് മക്കണ പാരുങ്ക. അതിന്റെ ഇടക്കാണ് ചിന്ന മുതലാളി വന്ന് കണ്ട് ബല്ലാരിന്ന് കേരളത്തിലേക്ക് പൈക്കളെ കൊണ്ടോണ മാതിരി കൊണ്ടുപോകണം. കറക്റ്റ് കന്നാളെ പാടത്ത് അയച്ചിട്ട് ബീച്ചിൽ കൊണ്ടേ കണ്ടൊരു വിടലേന്ന് 4 ഫോട്ടോ എടുത്തോളിയാറ്. അത് കഴിഞ്ഞപ്പോ നമ്മളെ കസിൻ വന്നു. പിന്നെ നമ്മളെ പെരുന്നാൾ ഫുഡ് ഇതാണ്. കുക്കറല്ലട്ടോ അതിന്റെ ഉള്ളില്. ഈ പെരുന്നാൾ എളാപ്പാന്റെ ഫാമിലിന്റെ കൂടെ ലാസ്റ്റ് ഫ്രൂട്ട് പഞ്ച് കൂടിയാണ് കുടിച്ചപ്പോ പെരുന്നാൾ അങ്ങോട്ട് ചെതറി. റൂമിലെത്തി ഡ്രസ്സ് മാറിക്കാൻ നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയാണ് ഇറങ്ങി. സംഭവം നമ്മൾ ജെറ്റ് സ്കി റൈഡിന് വന്നാണ്. ആദ്യം തന്നെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ആവശ്യമില്ലാന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കും. അതാകുമ്പോ തെരഞ്ഞൊരു ആൾക്കാരുണ്ടാവില്ല. പിന്നീട് ഇരു പാദരക്ഷകൾ ഊരി ലോക്കറിൽ വിലപ്പൊടിപ്പുള്ളത് വെച്ച് ലൈഫ് ജാക്കറ്റ് ഇട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങുക. പണി തുടങ്ങി. ഫസ്റ്റ് ഒന്നങ്ങോട്ട് എയിമായി കിട്ടിക്കഴിഞ്ഞാൽ സംഗതി റൈഡ് അടിപൊളിയാണ്. തിരമാലൊക്കെ എങ്ങനെ എടുത്തിട്ടാണ് പോവാ. അപ്പൊ ഒന്ന് ഫോളോ ചെയ്ത് കണ്ട് പോയിക്കോളി. ഇക്കൊല്ലത്തെ വലിയൊരുന്നാൾ കഴിഞ്ഞിട്ട്.